പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നി കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ജാസിന് സന്തോഷം കൊണ്ടു. എന്നാന്നല്ലേ, ഹെൽനസ് പാർട്ടി പോലീസ് പിടിച്ചുകൊണ്ട് വെള്ളം ഓടിച്ചു, വാഹനം ഓടിച്ചു. യൂട്യൂബർ ഹെൽനസ് പാർട്ടി പോലീസ് പിടിച്ചു. അപ്പം ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളും ജാസി തന്നെ ആയിരിക്കും. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർത്തു, ദൈവമേ, ജാസി ഇപ്പം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതായിരിക്കുന്നു. പിന്നെ അതങ്ങ് കളഞ്ഞു കേട്ടോ. വൈകുന്നേരമൊക്കെ ഇപ്പം ഞാൻ ഇതിൽ നോക്കുമല്ലോ, ഷെയർ ചാറ്റ് വന്നപ്പോൾ ഉണ്ട് ജാസിയുടെ പൊന്നു സഖിയാണ് കാണുന്നത്. നേരം മനസ്സിലായി ജാസി രാവിലെ തുടങ്ങി പടക്കം പൊട്ടിയതാണ്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ച് ഇത് ഞാൻ അങ്ങിടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടപ്പോൾ മറ്റൊരാളെയും കൂടെ ഓർമ്മ വന്നു. ഈ രേണുസുധീനെ അടപടെല്ലാം കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് ഇരിക്കുന്ന ഒരാളുണ്ട്, ഷബീന ബീവി. അവർ ഇതേപോലെ ഒരു വെള്ളമടി പാർട്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഈ എന്നാ ഒരു തെറിയ പോലീസിനെ വിളിച്ചത്. അവരാണിപ്പോൾ രേണുവിനെ നന്നാക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. എന്തായാലും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഷബീന ബീവിയുടെ. പിന്നെ ഇത് കണ്ടോ, നല്ല നല്ല വീഡിയോ കണ്ടൻറ്റൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല. എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖമായിരുന്നു. അപ്പം പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ, ആല് പൂത്ത് ആലിൻ്റെ കായ പഴുത്ത് തുടങ്ങുമ്പം, ആലിങ്ക പഴുത്ത് തുടങ്ങുമ്പോൾ കാക്കയുടെ വയൽപ്പുണ്ട് വരും എന്നൊരവസ്ഥയല്ലേ, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. നല്ല നല്ല കണ്ടൻ്റ് എല്ലാം വന്നു, നല്ല വീഡിയോ ഒക്കെ ചെയ്യാം എന്നൊരു സാഹചര്യം വന്നപ്പം നമ്മുടെ തൊണ്ട പണി പറ്റിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന വശവും പോയി, ഉണ്ടായിരുന്ന സബ്സ്ക്രൈബർ കുറേ പോയി. എന്നാലും സാരമില്ല, പഴയതുപോലെ വീണ്ടും നമുക്ക് ആക്റ്റീവ് ആകാം എന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുന്നു. പിന്നെ അസുഖമല്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും ജാസിയുടെ സന്തോഷം ആദ്യ ഒരു ഗ്യാപ്പിന് ശേഷമുള്ളൊരു വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ, അതായത് ഈ ചെറിയ കുട്ടികൾ 25-നും 20-നും ഒക്കെ ഇടയിലുള്ള ഒത്തിരി ആൾക്കാരും കുറേയൊക്കെ ഒന്ന് മദ്യപാനം ഒക്കെ ഉപേക്ഷിച്ച് എന്തോരം കൊച്ചു കുട്ടികളെ എന്നെ പിടിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയായിട്ട് നടക്കട്ടെ. അങ്ങനെയെങ്കിലും ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്ന ലഹരി അവർക്കതിൽ നിന്നൊരു മുക്തി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. ഇത് കുറേ ആൾക്കാരെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പം എന്താണ്, ഒരു ഇൻസ്പിറേഷൻ വന്ന് ഭയം കൊണ്ട് കുറേ ആൾക്കാർ നിർത്തും. അത് നല്ലൊരു പരിപാടിയാണ്. എങ്കിലും ഇന്നത്തെ കൊച്ചു പെൺപിള്ളേർ അല്ലേ, എത്രയെല്ലാം അനുഭവങ്ങളും പാഠങ്ങളും കണ്ടിട്ട് മനസ്സിലാകാതെ പീഡനത്തിന് പോകുന്നു, പീഡിപ്പിക്കുന്നു, ലഹരിക്കടിമയായിട്ട് ഓരോ കൊടുത്തി ചെന്ന് ചാടുന്നു, ജീവിതം നശിപ്പിച്ചു കളയുന്നു. ഇത് കാണുമ്പോൾ ഒരു എന്താണ്, ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയതിൻ്റെ കാരണം അത് നമ്മൾ മാതാപിതാക്കൾ മാത്രമല്ല, പോയ സർക്കാരിൻ്റെ ഒരു 10 വർഷത്തിൻ്റെ പ്രവർത്തനം യങ്സ്റ്റേഴ്സിനെ ഒരു മഞ്ചയും മോജസ്സും എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ, എന്താണ് പറയാൻ വാക്കുകളില്ലാത്ത ലഹരിക്കടിമയായി മാറിയ ഒരു തലമുറയായി വാർത്തെടുത്ത്. ഇപ്പോൾ അടുത്ത ആൾ കയറി ബക്കാഡിയ കമ്പനിക്ക് എന്താണ് ഇളവ് നൽകി. വീര്യം കുറഞ്ഞ മദ്യം സപ്ലൈ ചെയ്യുന്നതിനായിട്ട് എങ്ങനെയെങ്കിലും മദ്യശാലകളുടെ എണ്ണം കുറച്ച് മദ്യ ഒഴുക്ക് നിർത്തുന്നതിന് പകരം വീര്യം കുറഞ്ഞെന്ന്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യമല്ലേ എന്ന് പറഞ്ഞ്
മദ്യപിക്കണം അല്ലെങ്കിൽ ലഹരി ഒന്ന് യൂസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ടും വരുന്നിട്ടുള്ള കുട്ടികൾ, അവർക്കും ഇതൊരു പ്രചോദനവും, അവരും ഇറങ്ങും. എന്തായാലും സർക്കാരുകളുടെ മാറി ഉള്ള ഓരോ പ്രവർത്തനങ്ങൾ ഓരോ പൊതുജനങ്ങൾക്കിടയിൽ വളരെയധികം ദോഷവും ഗുണവും ഉണ്ട്. ഒരു സൈഡിൽ പിടിച്ചു കൊണ്ടുവരുമ്പോൾ മറു സൈഡ് മറ്റു മന്ത്രിമാരും വേറെ കൊട്ടേഷനും കൊടുത്തു. എന്തായാലും വ്യക്തികൾ സ്വയം സൂക്ഷിക്കുക, സ്വയം സംരക്ഷിക്കുക, അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം കാണാം. താങ്ക് യു. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നി കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ.